ഇതെന്റെ ഗേൾഫ്രണ്ട്, സിനിമയിലെ ഗേൾഫ്രണ്ട്. കമ്പനി മുതലാളിയുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ ഫസ്റ്റ് റീസൺ ഈസ് ദ സ്റ്റോറി. ഈ ഒരു മൂവിയിൽ പ്രവർത്തിക്കുന്ന കുറേയധികം പേര് IT മേഖലയിൽ നിന്നും ഉള്ളവരാണ്. അതായത് സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയുടെ തോട്ട് മൈൻഡ്സ് എന്നാണ് പേര്. അദ്ദേഹം ഒരു IT പ്രൊഫഷണൽ ആണ്. അതുകൂടാതെ നമ്മുടെ ഡയറക്ടർ മിസ്റ്റർ വിപിൻ കൃഷ്ണ, അദ്ദേഹം ബാംഗ്ലൂരിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ മലയാളത്തിൽ നിഴൽക്കൂത്ത് എന്ന് പറയുന്ന മൂവിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ആരംഭം. പക്ഷെ ക്ലാസ്മേറ്റ്സ് തുടങ്ങി കുറേയധികം മൂവീസിലൂടെ നമുക്ക് ഏറെ സുപരിചിതനായിട്ടുള്ളത് വെരി ഡാഷിംഗ് മിസ്റ്റർ നരേൻ. അദ്ദേഹത്തെ നല്ലൊരു കൈയോടുകൂടി ഞാൻ ഡാൻസറാണ്. അതേപോലെ ഡാൻസിലും ആക്ടിങ്ങിലും ഒരേപോലെ ഒരുമിച്ച് നിൽക്കുന്ന നമുക്ക് ഏറെ പ്രിയപ്പെട്ട മിസ്റ്റർ റംസാൻ. നല്ലൊരു കൈയടി. യെസ്. Next, I would like to invite Gauri. A big round of applause, ladies and gentlemen. Yes, Gauri is here. And next, I would like to invite Mr. Jiva. Jiva. Yes, he is here. So next, I would like to invite girl next door എന്ന് പറയാം, ആ ഒരു സുന്ദരി സ്വാഗതം ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ടീം പ്രൊഡ്യൂസർ മിസ്റ്റർ റിനീഷ് കെൻ. അദ്ദേഹം ഇവിടെയുണ്ട്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോട്ട് മൈൻഡ്സ് എന്ന IT സ്ഥാപനത്തിലൂടെ അദ്ദേഹത്തെ എനിക്ക് ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 19 ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ 20 മുതലും ദൃക്സാക്ഷി, ജോസഫ് അമ്പിളി തുടങ്ങി കുറേയധികം മൂവീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ദി എഡിറ്റർ മിസ്റ്റർ ഹിരൺ ദാസ്, അദ്ദേഹത്തെയും വെൽക്കം ചെയ്യുകയാണ്. നമ്മുടെ ഫുൾ ടീം സാഹസ, താങ്ക് യു സോ മച്ച്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേയായിട്ട് നമുക്ക് ഇവരോട് ഒന്ന് സംസാരിക്കാം അല്ലേ? അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ അവരോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് പ്രൊമോഷൻ പോസ്റ്ററിലേക്ക് പോകാം. അദ്ദേഹം സാഹസ മൂവിയിലും അതേപോലെ തന്നെ മുന്നേ കുറേയധികം മൂവീസിലൂടെ എല്ലാം നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. വളരെ റംസാൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അടുത്തത് എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് മികച്ച ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ഡയറക്ടർ വിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് കഥ നറേറ്റ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കഥ തോന്നിയത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ ഫസ്റ്റ് റീസൺ ഈസ് ദ സ്റ്റോറി ആൻഡ് വിപിൻ ചേട്ടൻ. സോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര പേഴ്സണലി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിലും 10 ദിവസത്തോളം രാത്രിയിൽ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. സോ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ നിങ്ങളുടെ ഒരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവുമോ? സപ്പോർട്ട് ഉണ്ടാവുമോ? ഉണ്ടാവണം. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ജീവൻ. ഇതെന്റെ ഗേൾഫ്രണ്ട്, സിനിമയിലെ ഗേൾഫ്രണ്ട് ഗൗരി. ഗൗരി സംസാരിക്കും. താങ്ക് യു. കൂടുതൽ ഡാൻസ് ഉണ്ടാവോ? എങ്ങനെയാണ്? ഇതിലും ഡാൻസ് ഇല്ല. ഇതിലും ഡാൻസ് ഇല്ല. ഓക്കെ, ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു വെരി ബ്യൂട്ടിഫുൾ ഗൗരി. കുറേയധികം അല്ലേ തമിഴ് മൂവീസിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓൾസോ ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും കുറച്ച് ടയേർഡാണോ അതോ ഇങ്ങനെയാണോ? നിങ്ങൾ കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള പോലെ തോന്നുന്നു. എനിവേ, മോഷൻ പോസ്റ്റർ ഇഷ്ടമായോ? അതാണ് ആദ്യം ചോദിക്കുന്നത്. ഹൗ ഇസ് ഇഷ്ടമായോ? സാഹസം ഭയങ്കര ഒരു ഫൺ മൂവിയാണ്. എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പോഴും മലയാളത്തിൽ ഇനിയും അധികം പ്രോജക്ട്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എൻ്റെ കഴിഞ്ഞ റിലീസ് ജസ്റ്റ് കഴിഞ്ഞ് റംസാൻ പറഞ്ഞല്ലോ അടുത്ത് എന്താണ് വരാൻ പോകുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സാഹസത്തിൻ്റെ കഥ വിപിൻ എന്നോട് പറഞ്ഞത്.
എൻ്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു സാഹസം ചെയ്യണം എന്നത്. സോ ഇപ്പോൾ ഇന്ന് കേട്ടെങ്കിൽ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങി, അത്രയും പെട്ടെന്നായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാം റെഡി ആയിരുന്നു, ഞാൻ അങ്ങോട്ടൊന്ന് പോയാൽ മതി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഒരു നിമിത്തം പോലെ പെട്ടെന്ന് ഒരു ലക്ക് വന്ന പോലെ തന്നെയായിരുന്നു. ഇത്രയും ഫണ്ണായിട്ടുള്ള, ഇത്രയും ഈസി ടു വർക്ക് വിത്ത്, ഒരിക്കലും പണിയെടുക്കുന്ന പോലെ തോന്നുന്നില്ല. അത്ര ഫണ്ണായിട്ട് ഭയങ്കര വാക്കി ക്രേസി, ഓരോ ക്യാരക്ടേഴ്സും അത്രയും എന്താ പറയുക, ഭയങ്കര ലേയേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ എക്സ്പീരിയൻസ് ഫോർ മീ. അതുപോലെ തന്നെ കുറച്ച് ക്വർക്കിയാണ്. തീർച്ചയായും മലയാളത്തിൽ കുറച്ച് ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഓണം ആ സമയത്തിനാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവൂലേ? ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി നീഡ് യുവർ സപ്പോർട്ട്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സാഹസം. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്തായാലും ഞങ്ങളുടെ തുടക്കമാണ്, ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ചെയ്യുന്നത് ഇന്നാണ്. സോ ഐ എം ഹാപ്പി ടു ബി ഹാവിങ് ഷെയറിങ് ദിസ് വിത്ത് യു ഗൈസ്. ടെക്കീസും അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. പക്ഷെ നരേൻ ചേട്ടൻ പറഞ്ഞ പോലെ ചിലപ്പോൾ തോന്നും, എസ്പെഷ്യലി ഈ മൂവിയിലെ ചില ക്യാരക്ടേഴ്സും അവരുടെ ഫൺ ഇതൊക്കെ കാണുമ്പം അതെന്തായാലും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ടൈം അത്ര, സോറി കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നു. എനിവേ താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് us. താങ്ക് യു സോ മച്ച് ഗൗരി, സോ സ്വീറ്റ് ഓഫ് യു. നേരത്തെ പാട്ട് നരേൻ ചേട്ടൻ പറഞ്ഞു അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പഠിച്ച എന്നൊക്കെ തോന്നുന്നൊരു ഫീലാണ്. ഓക്കെ, വളരെ ജീവ. ഹലോ ഇൻഫോ പാർക്ക്. 2 മിനിറ്റ്, എനിക്കറിയാം കുറെ പരിപാടി നടക്കാനുണ്ട്. ഞങ്ങൾ കുറച്ചധികം സമയം എടുത്തു. 2 മിനിറ്റോട് പരിപാടി തീർത്ത് ഞങ്ങൾ വീട്ടിൽ പോകും. കാരണം ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷമാണത്. സാഹസം എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ഈ പ്രോജക്റ്റിന്റെ പുറകെ നടക്കുവാണ്. 20 ഗ്രാംസിൽ ബിബി എന്തോ അബദ്ധം പറ്റി വിളിച്ചാണ്. അതിനുശേഷം ഞാൻ വിടാതെ പിന്തുടർന്ന ഒരാളാണ് ബിബിൻ. ഇങ്ങനെ പാഠം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്ത് വന്നു കഴിഞ്ഞാലും എവിടെ അറ്റത്തോ മുകളിലേക്കോ നിൽക്കുന്ന ഒരു വേഷം നന്നാണെന്ന് അധികം മതി. കഥയുടെ തുടക്കം മുതൽ തന്നെ ബിബിന്റെ കൂടെ നിന്ന് ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ മോഷൻ പോസ്റ്റർ ഇവിടെ ഇൻഫോ പാർക്കിൽ ഇതെല്ലാവരും IT ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്ക് ഒരു ബന്ധവുമില്ല. ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാൻ നിങ്ങളെയൊക്കെ രാവിലെ കാണും, ഉച്ചയ്ക്ക് കാണും. എനിക്ക് ഒത്തിരി വിമാർട്ട് മേറ്റ്സ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്ന ആൾക്കാരുടെ തൊട്ടപ്പുറത്ത് ചായ കുടിക്കാൻ, വഴിയോരത്ത് ചായ കുടിക്കാൻ കാണുന്നവരൊക്കെ ഉണ്ട്. സോ എനിക്ക് കുറെ പേരെയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ ഒരുപാട് സന്തോഷത്തിലും അതിനേക്കാളും വലിയൊരു അപേക്ഷയിൽ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കാണുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണെന്ന് ഗൗരി പറഞ്ഞു. സോ നിങ്ങൾ കയറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങളിൽ ഒരാളായ രതീഷ് ഒത്തിരി 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 സന്തോഷമാവും ഇൻ ടേംസ് ഓഫ് ക്യാഷ്. അപ്പോ ഇതില് ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് വിശ്വസിപ്പിച്ച വിവിനെ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. തോട്ട്